ബി.ജെ.പി കേരളത്തിൽ അക്കൗണ്ട് തുറക്കൂല. കാരണം അവർ നിന്ന് തോറ്റാണ്. ഇനി ജയിക്കാൻ സാധ്യതയുണ്ട്. ജനങ്ങൾക്ക് ഇങ്ങനെ ബി.ജെ.പി ചെറുതായിട്ട് വന്നിട്ടുണ്ട്. തൃശ്ശൂരാണ് എല്ലാവരും പറയണേ. ഞാൻ തൃശ്ശൂർ ജയിക്കായിരിക്കാം. ഇടതും വലതും ഭരിച്ച് ആകെ മുടിഞ്ഞിരിക്കുകയുള്ള കേരളം. പുതിയൊരാൾ ഒരു അവസരം കിട്ടട്ടെ. ബി.ജെ.പി എന്ന് തലവധി പറഞ്ഞാലൊന്നും നടക്കാൻ സാധ്യതയില്ല. സാധ്യത കുറവാണ്. ഉറപ്പല്ലേ? തിരുവനന്തപുരം കിട്ടും. പിന്നെ തൃശ്ശൂരുടെ സാധ്യതയുണ്ട്. നമസ്കാരം. ലോക്സഭാ ഇലക്ഷൻ അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ ബി.ജെ.പി അക്കൗണ്ട് തുറക്കുമോ എന്നാണ് മലയാളികൾക്ക് എല്ലാവർക്കും അറിയേണ്ടത്. പ്രധാനമായും തൃശ്ശൂരും തിരുവനന്തപുരത്തും ബി.ജെ.പി സ്ഥാനാർത്ഥികൾ വിജയിക്കുമെന്ന് തന്നെയാണ് ജനങ്ങൾ പറയുന്നതെങ്കിലും എന്താണ് എല്ലാവരുടെയും അഭിപ്രായം? ബി.ജെ.പി കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമോ എന്നുള്ളത് നമുക്ക് ജനങ്ങളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം. ഇത്തവണ കേരളത്തിൽ ബി.ജെ.പി അക്കൗണ്ട് തുറക്കുകയില്ലേ? ഉറപ്പല്ലേ? തിരുവനന്തപുരം കിട്ടും. പിന്നെ തൃശ്ശൂരുടെ സാധ്യതയുണ്ട്. പിന്നെ ഈ SDP ചതിച്ചില്ലെങ്കിൽ ഈ പാലക്കാടിൻ്റെ സാധ്യതയുണ്ട്. ചതിച്ചില്ലെങ്കിൽ കേട്ടാ തൃശ്ശൂർ ചതിക്കാൻ സാധ്യതയില്ല. കാരണം തൃശ്ശൂർ സുരേഷ് ഗോപിക്ക് ഉറപ്പാണ്. അത് തിരുവനന്തപുരം ഉറപ്പാണ്. ആറ്റിങ്ങിൽ ഉറപ്പാണ്. അവർ ചതിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ. ഒരു മാറിക്കുത്തിയില്ലെങ്കിൽ ജയിച്ചിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം തന്നെ കുമ്മൻ ജയിക്കേണ്ടായിരുന്നു. അവർ മറിച്ച് കുത്തിക്കൊണ്ടാ. അല്ലെങ്കിൽ എന്തായാലും ബി.ജെ.പി ജയിച്ചിരിക്കും. ബി.ജെ.പിക്ക് എന്തായാലും ഉറപ്പുള്ളായിരുന്നു. 4 സീറ്റ് 4 ഉറപ്പാണ്. ഇപ്പോൾ ഭൂരിഭാഗം പേരും പറയുന്നത് തൃശ്ശൂരും തിരുവനന്തപുരം കിട്ടാൻ സാധ്യത കൂടുതലുണ്ട് എന്നാ. അപ്പൊ എല്ലാവരും അങ്ങനെ തറപ്പിച്ച് പറയാനുള്ള കാരണം എന്തായാലും? കാരണം അതിനുള്ള അത് ആൾക്കാർക്ക് അറിയാമല്ലോ. ഒരാൾ ചെയ്ത കാര്യം അറിയാൻ പാടെ. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ അയാൾക്കൊരു കപ്പാസിറ്റി ഉണ്ട്. ഇപ്പോൾ തരൂരിനേക്കാളൊക്കെ കപ്പാസിറ്റി ഉണ്ട്. പറഞ്ഞ വാക്ക് പാലിക്കാനുള്ള. അല്ലാണ്ട് വെറുതെ അതും ഇതും പറഞ്ഞ ആളല്ല. തരൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ ഇങ്ങനെ പൂർവ്വം പറഞ്ഞ ആളൂ. അതിന് കാര്യമൊന്നുമില്ല. ഇങ്ങനെ പറഞ്ഞ കാര്യം പെർഫെക്റ്റ് നടത്തിയിരിക്കും രാജീവ് ചന്ദ്രശേഖർ. ഉള്ള ക്വാളിറ്റി ഉണ്ട് അദ്ദേഹത്തിന്. പിന്നെ നരേന്ദ്രമോദി നിൽക്കാമല്ലോ അവിടെ. ഉറപ്പാൻ സാധിച്ചിരിക്കും. ഇനിയും ജനങ്ങൾ മാറ്റി ചിന്തിക്കണം. കാരണം ഈ CI എന്നൊക്കെ പറഞ്ഞ പോലെ ഇതിങ്ങനെ പറ്റിക്കണ പോലെ, മുസ്ലിംസിനെ പറ്റിക്കണ പോലെ അത് അവർക്ക് മനസ്സിലാവും. കാരണം അതൊരു കാര്യമില്ല എന്ന് മനസ്സിലാവും. കേരളത്തിൽ ഇപ്പോൾ ഞാൻ ഇവിടെ വയനാട് 10 ലക്ഷം രൂപ കൊടുക്കുന്നുണ്ട്. ഈ 10 ലക്ഷം കൊടുക്കുന്നത് ആരെ പൈസയാണ്? കേന്ദ്ര ഗവൺമെൻറ് പൈസയാണ്. ഇപ്പോൾ ഇവർ പറഞ്ഞിട്ടാ ഒരു കേന്ദ്ര ഗവൺമെൻറ് പൈസ ഇല്ലാന്ന് പറഞ്ഞത്. കേന്ദ്ര ഗവൺമെൻറ് പൈസ അത് പറഞ്ഞത് കോൺഗ്രസ്സുകാരനാണ് ഏറ്റവും വലിയ ദിവസം അല്ലേ? അപ്പം അതുകൊണ്ട് ഈ ജനങ്ങൾ മനസ്സിലാക്കും കേന്ദ്ര ഗവൺമെൻറ് എന്തൊക്കെ ചെയ്യേണ്ടതെന്ന്. 10 ലക്ഷം കൂടെ കേന്ദ്ര ഗവൺമെൻറ് ആണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കേന്ദ്ര ഗവൺമെൻറ് ഔട്ട് ചെയ്യില്ലേ? പിന്നെ CI എന്നൊക്കെ പറഞ്ഞാൽ കേരളത്തിന് അതിന് ആവശ്യമില്ല. പിന്നെ ഇവർ പറ്റിക്കല്ലേ. അതുകൊണ്ട് എന്തായാലും ജയിച്ചിരിക്കും. മുസ്ലിംസൊക്കെ തിരിച്ച് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഉണ്ടാവില്ല. ഉറപ്പുള്ളവരാണ്. ബി.ജെ.പി 4 സ്ഥലത്ത് ജയിച്ചിരിക്കും. തിരുവനന്തപുരം ആയാലും ആറ്റിങ്ങലായാലും പത്തനംതിട്ടയും നമുക്ക് അറിയാൻ പറ്റില്ല. ജയിക്കാൻ സാധ്യത ഉണ്ടാവും. അതുപോലെ തന്നെ തൃശ്ശൂർ ജയിച്ചിരിക്കും. ഉറപ്പുള്ളവരാണ്. മനസ്സിലായ? ഉറപ്പാണെങ്കിൽ കോൺഗ്രസിന് എത്രത്തോളം സാധ്യത? കോൺഗ്രസിനെ കൂടി വന്നാൽ ഒരു 10 സീറ്റാണ് സാധ്യത. 10 ഉണ്ടാവുള്ളൂ തോന്നണേ. 10 ഉണ്ടാവും സാധ്യത ഉള്ളൂ. CPM-ന്റെ അവസ്ഥ എന്ത്? CPM-ന്റെ അവസ്ഥ ഒരു 2 സ്ഥലത്ത് ജയിക്കാൻ സാധ്യത. നമ്മൾക്കൊരു പരിചയം വേണ്ടപ്പെട്ട ആളാണ് വിജയരാഘവൻ പാലക്കാട്. അദ്ദേഹം ജയിക്കുമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പാലക്കാട്. പക്ഷെ അറിയാൻ പാടില്ല. ജയിക്കുമായിരിക്കും പ്രതീക്ഷിക്കണം. ഓക്കെ. ബി.ജെ.പി എന്ന് തലവധി പറഞ്ഞാലൊന്നും നടക്കാൻ സാധ്യതയില്ല. സാധ്യത കുറവാണ്. അതെന്താ അങ്ങനെ പറയുന്നത്? അവിടെ പള്ളി കയറി ഓച്ചാപ്പെരുന്നാളിൽ കുരുത്തോല അടിക്കലൊക്കെ നടന്നിട്ടും കാര്യമൊന്നുമില്ല. അവർ പള്ളി പൊളിക്കാൻ നടന്ന ആൾക്കാരാണ്. അങ്ങനെ മണിപ്പൂരിലൊക്കെ എന്തൊക്കെ കാണിച്ചു കൂട്ടിയത്? അന്ന് ഈ സുരേഷ് ഗോപി പ്രതികരിച്ചില്ലല്ലോ. പ്രതികരിക്കുന്ന സമയത്ത് പ്രതികരിക്കാത്ത ആൾക്കാർ വോട്ട് കിട്ടാൻ വേണ്ടി ആൾക്കാരെ കാണിക്കാൻ വേണ്ടി കുരുത്തോല അടിച്ചിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. പിന്നെ ഇടത് വർഷം ഇപ്പോഴത്തെ ഭരണം മോശമാണ്. അതിലൊരു വീഴ്ചയുണ്ട്. എന്നാലും അക്കൗണ്ട് തുറക്കാൻ സാധ്യതയില്ല. കോൺഗ്രസിന്റെ അവസ്ഥ എന്തായിരിക്കും കേരളത്തിൽ? കോൺഗ്രസ് നല്ല രീതിയിൽ വന്നുകൊണ്ടിരുന്ന. പക്ഷെ അവരെ തന്നെ വലിച്ചു താഴെയാണ്. നേതാക്കന്മാർ അവരെ തന്നെ വലിച്ച് വാരിയിട്ടുണ്ടിരിക്കുക. കോൺഗ്രസ് ഒന്നും നല്ലതാണ് ഇല്ലെന്ന് പറയാനല്ല. പക്ഷെ അവർ തന്നെ അത് ശരിയാകൂല, ശോഭാകൂല. അതാണ് അവസ്ഥ. പിന്നെ നമ്മുടെ കാര്യം പറയണ്ട. നമ്മളതൊക്കെ കണ്ട് സഹിക്കുക, ഒക്കെ അനുഭവിക്കുക. സാധ്യതയുണ്ട്. അതെന്താ തുറക്കാൻ സാധ്യതയുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ഇതിന് മറ്റേ എന്താ പറയാ, തുറക്കാൻ സാധ്യതയുണ്ട്. തൃശ്ശൂരായിരിക്കും തുറക്കണത്. വേറെ ഏതെങ്കിലും മണ്ഡലത്തിൽ സാധ്യതയുണ്ടോ? തിരുവനന്തപുരത്ത് ചിലപ്പോൾ തുറക്കായിരിക്കും. അതെന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം? അവിടെ ഒരു നിയമസഭാ സീറ്റ് ഉണ്ടായിരുന്നതാണല്ലോ. അതുകൊണ്ട് ഈ തവണ തുറക്കാൻ സാധ്യതയുണ്ടെന്നാണ് തോന്നണത്. ഇടതും വലതും ഭരിച്ച് ആകെ മുടിഞ്ഞിരിക്കുകയുള്ള കേരളം. പുതിയൊരാൾ ഒരു അവസരം കിട്ടട്ടെ. കേരളത്തിൽ ബി.ജെ.പി അക്കൗണ്ട് തുറക്കൂല. സുരേഷ് ഗോപി തൃശ്ശൂർ കാണിച്ചത് കേരളത്തിലെ ജനങ്ങൾ ബോധമുള്ളവരാണ്. ഒരു മാതാവിന് കിരീടം കൊടുത്ത് തൃശ്ശൂർക്കാരെ പറ്റിക്കാൻ നോക്കി. അങ്ങനെയുള്ള ബി.ജെ.പി കേരളത്തിൽ അക്കൗണ്ട് തുറക്കൂല. 100% തുറക്കൂല എന്ന് തന്നെയാണ് പറയുന്നത്. തിരുവനന്തപുരത്ത് സാധ്യതയുണ്ടെന്നൊക്കെ ആൾക്കാർ പറയുന്നേ. ബി.ജെ.പി കേരളത്തിൽ അക്കൗണ്ട് തുറക്കൂല 100%. അല്ല, അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം എന്താ അങ്ങനെ പറയാനുണ്ടായത്? ബി.ജെ.പി മൊത്തത്തിൽ ആൾക്കാരെ പറ്റിച്ചോണ്ടിരിക്കുകയല്ലേ. ഈ മണിപ്പൂർ എന്താ പറഞ്ഞത്? മണിപ്പൂര് ബി.ജെ.പിയുടെ സമ്മതത്തോടു കൂടിയാണ്
അവിടെ ഇത്ര അക്രമം നടന്നത്? BJP എന്താ ഇടപെടാതിരുന്നത്? എന്തെന്ന് ഇടപെട്ട്? ഇപ്പോഴും അവിടെ സംഘർഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ BJPക്ക് കഴിവില്ലേ? അവിടെ സംസ്ഥാനം ഭരിക്കുന്ന ആരാ? BJPയുടെ നേതാക്കളാണോ അവിടെ ഭരിക്കണേ? എന്താ അവിടെ ഒന്നും നടക്കാത്ത? BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കൂല. അത് തന്നെ. തുറന്നാലും ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ടോ? നമുക്കിവിടെ നിരപേക്ഷമായ ഒരു ഇന്ത്യ നമുക്ക് ഉണ്ടാവില്ല. അത്രയും അതിന് തെളിവാണല്ലോ മണിപ്പൂർ സംഭവങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കണേ. അപ്പം നമുക്കിവിടെ നിരപേക്ഷത വേണം എന്നുണ്ടെങ്കിൽ BJPനെ പരമാവധി ഒഴിവാക്കാന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. തുറക്കാനുള്ള സാധ്യതയുണ്ട്. തൃശ്ശൂർ പിന്നെ പാലക്കാടും പ്രതീക്ഷയുണ്ട്. തിരുവനന്തപുരത്ത് സാധ്യതയുണ്ടെന്നാ പറയുന്നത്. അതും സാധ്യതയുണ്ട്. എങ്ങനെ രണ്ടെണ്ണം ഉറപ്പാണത്. കാര്യം അവർ നിന്ന് തോറ്റാണ്. ഇനി ജയിക്കാനുള്ള സാധ്യതയുണ്ട്. ജനങ്ങൾക്ക് ഇങ്ങനെ BJP ചെറുതായിട്ട് വന്നിട്ടുണ്ട്. ഏകദേശം എത്ര വോട്ട് കിട്ടാൻ സാറേ വോട്ടിന് ജയിക്കാനുള്ള സാധ്യതയുള്ളൂ. ജനങ്ങൾ വോട്ട് ചെയ്താൽ BJP ജയിക്കും. എന്നാലും ചേട്ടൻ എന്താ തോന്നുന്നത്, ജയിക്കാൻ സാധ്യതയുണ്ടോ? ജയിക്കാം. ഏതെങ്കിലും മണ്ഡലത്തിൽ? തൃശ്ശൂരാണ് എല്ലാവരും പറയണേ. ചിലപ്പോൾ തൃശ്ശൂർ ജയിക്കായിരിക്കാം. അവിടെ ജനങ്ങൾ വിചാരിച്ചാൽ ജയിക്കും. അതെന്തുകൊണ്ട് തൃശ്ശൂർ പറയാൻ കാരണം? തൃശ്ശൂർ ഇപ്പോൾ എല്ലാവരും കൂടി ജനങ്ങൾ BJPയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ സുരേഷ് ഗോപിയാണ് നിൽക്കുന്നത്. അങ്ങനെ ചിലപ്പോൾ ജയിക്കാം, ചിലപ്പോൾ ജയിക്കാതിരിക്കാം. വേറെ ഏതെങ്കിലും മണ്ഡലത്തിൽ ചാൻസ്? പിന്നെ തിരുവനന്തപുരം. ഭൂരിഭാഗം പേരും കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കില്ല എന്ന് അഭിപ്രായപ്പെടുമ്പോഴും തൃശ്ശൂരും തിരുവനന്തപുരവുമാണ് കൂടുതൽ പേരും എടുത്തു പറയുന്നത്. BJP അക്കൗണ്ട് തുറക്കുമെന്ന് പ്രതീക്ഷയുള്ള രണ്ടിടങ്ങളാണ് തൃശ്ശൂരും തിരുവനന്തപുരവും. ഇനി BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമോ എന്നുള്ളത് നമുക്ക് ഇലക്ഷൻ വരെ കാത്തിരുന്ന് കാണാം. ക്യാമറാമാൻ രാജീവ് ആയാപ്പറമ്പിനോടൊപ്പം അനുശ്രീ കളപ്പുരയ്ക്കൽ, മലയാളി വാർത്ത.